ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. ഓക്കെ, നിങ്ങൾ അധികം ആൾക്കാരും ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ CBM പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നൊരു പ്രോഗ്രാമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും അത് മിസ്സാക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഓൾറൈറ്റ്, ഇന്ന് നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്ന അറിയാമെന്ന് വെച്ചാൽ CBMൻ്റെ അടുത്ത ബാച്ച് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ നടക്കാൻ പോകണം. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ബാച്ച് ഓൺവേർഡ്സ് എന്ന് വെച്ചാൽ പ്രൈസ് കൂടുതലായിരിക്കും. സോ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാറ് എൻ്റെ വിഷൻ ബോർഡിൽ ഒതുങ്ങിയിരുന്ന സാധനമാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ നമുക്ക് വരും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ അവസരങ്ങളെ കറക്റ്റ് ടൈമിൽ നല്ല രീതിയിലേക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് 2011 ഞാൻ ഡോക്ടർ PP വിജയൻ സാറുടെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് അടച്ച് അതിലങ്ങ് ജോയിൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. പലപ്പോഴും പല ആൾക്കാർക്കും ഈ സ്റ്റോറി ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. സോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊമെൻറ്റ് വന്നിരിക്കുകയാണ്. യുനോ, വെൻ യു ടേക്ക് ഡിസിഷൻസ് യുവർ ലൈഫ് വിൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ്. ടോണി റോബിൻസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കാതെ സംശയിച്ച് നിൽക്കരുത്. എന്താ വെച്ചാൽ ഈ കോഴ്സ് എന്നെ ചേഞ്ച് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്നെ ചേഞ്ച് ചെയ്യുമോ, ഈ വ്യക്തിക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ, ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഞാനങ്ങ് ഈ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ വരുന്നുണ്ടോ? ട്രസ്റ്റ് ദാറ്റ് തോട്ട് ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. ഒരു ട്രെയിനർ ആവുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അത് ആക്ച്വലി നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ ആകാൻ പറ്റുന്നൊരു അവസരമാണ്. എന്താണ് സൂപ്പർ ഹീറോ? ഒരുപാട് പടുകുഴിയിലും പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ്. ഓക്കെ, അതാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ change our life completely and other people's lives. This is the place to visit. Okay. എല്ലാവർക്കും ഈ ഒരു അവസരം ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ഗിഫ്റ്റ് എല്ലാവർക്കും ഇല്ല എന്നുള്ളത്. ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഫ്രഷ് ജ്യൂസ് ഇല്ലേ? മധുരിടാതെ ഇതൊന്നും തരുമോ? താങ്ക് യു. ഈ ഒരു കോച്ചിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ദ ചൂസൺ വൺ എന്ന് പറയും. അപ്പോൾ ചൂസൺ വൺ എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റിയിൽ ചിലപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഫീലിംഗ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെയിനിലൂടെ കടന്നു പോയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ആ പെയിൻ അനുഭവിച്ചതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കണം. നിങ്ങൾ പുറത്ത് കടന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. സോ ഇറ്റ്സ് എ കോളിംഗ് ആസ് വെൽ. സോ ഡിസൈഡ് ഇറ്റ് ആൻഡ് ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ലെറ്റ് ഇറ്റ് ചേഞ്ച്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള സമയമാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഫീലിംഗ്, ഒരു ഗട്ട് ഫീലിംഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ കരിയർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു വലിയൊരു മിഷൻ്റെ പുറത്ത് ഒരു വിഷനോട് കൂടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊരു സൂപ്പർ ഹീറോ ആകാൻ പോവുകയാണ് എന്നുള്ളൊരു സംഗതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീരുമാനിച്ചിറങ്ങണം. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ബിക്കോസ് ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് യുവർ calling and this is your purpose. Make it count. Don't lose it.